അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ പുത്രൻ നിമിത്തം അവിടുത്തെ സന്നിധിയിൽ വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. ഈ സമയത്ത് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നത് ദൈവമേ, തിരുവചനങ്ങൾ കേൾക്കുവാനാണല്ലോ അപ്പ ഞങ്ങൾക്ക് ജീവിതത്തിൽ കർത്താവെ പ്രയോജനമാകുമെന്നുള്ള തിരുവചനങ്ങൾ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ദൈവമേ ഒഴുക്കി തരുമാറാകണേ അപ്പ. സ്തോത്രം ദൈവമേ. അപാപിതാവേ, വചനം കർത്താവെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാവുന്നല്ലോ അപ്പ. അങ്ങനെ വചനം കർത്താവെ വെറുതെ കേട്ട് ദൈവമേ സ്വന്തം മുഖം കണ്ണാടി കണ്ട് മറന്നുകളയുന്നവരെ പോലെയല്ല കർത്താവെ. അത് കേട്ട് ദൈവമേ ഞങ്ങൾക്ക് അതിൽ നിന്ന് കർത്താവെ ഒരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ. സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം അപ്പോൾ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. ഹല്ലേലൂയ. അവിടുത്തെ പുത്രൻ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ദൈവമേ അങ്ങ് കർത്താവെ നല്ലവരുടെ മേലും ചീത്ത മനുഷ്യരുടെ മേലും അങ്ങ് ദൈവമേ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നല്ലോ അപ്പം. അങ്ങനെ അങ്ങ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ ഞങ്ങളും സൽഗുണപൂർണ്ണരായിരിക്കാനാകുന്നല്ലോ അവിടുന്ന് ഞങ്ങളെ വിളിച്ചത്. അതിനായിട്ടാകുന്നല്ലോ സ്വന്തപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്. യേശു അതിനായിട്ടാകുന്നല്ലോ അവിടുന്ന് പിതാവിൻ്റെ മഹത്വം വിട്ട് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നത്. അതിനായിട്ടാകുന്നല്ലോ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചത്. അതിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അപ്പോൾ അവിടുന്ന് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ആ പാതയെ തുറന്നു തന്നു ദൈവമേ. ഞങ്ങൾക്ക് ദൈവമേ ഈ പരിശുദ്ധാത്മാവിനെ തന്നപ്പം വഴി സത്യവും ജീവനും അങ്ങാകുന്ന ദൈവമേ മായമില്ലാത്ത പാല് കുടിപ്പാലും ഞങ്ങൾക്ക് തന്നു ദൈവമേ. അവിടുന്ന് എല്ലാം ചെയ്തിരിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഊഴമാകുന്നപ്പം അങ്ങേക്ക് വേണ്ടുന്ന സമയം കർത്താവെ ഈ ലോകത്തിലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവമേ വേണ്ടിയതിന് വില കൊടുത്തുകൊണ്ട് ദൈവമേ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഭാഗം ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണേ. അതിനു വേണ്ടിയുള്ള കർത്താവെ ആഹാരമാവുന്നല്ലോ വചനം ദൈവമേ. ആ വചനത്തെ ഞങ്ങൾക്ക് വേണ്ടുപോലെ തരുവാൻ തക്കവണ്ണം അവിടുന്ന് പപ്പായ പ്രാപ്തനാക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്താമത്തെ പാഠം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിത്യ കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നിത്യ കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നപ്പിണരുകൾ വീശും പിൻമാരിയെ ഓർക്കുമവൻ.
ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം വെള്ളിയും പൊന്നുമല്ല യേശുവിൻ നാമത്തിനാ വെള്ളിയും പൊന്നുമല്ല യേശുവിൻ നാമത്തിനാ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം ഉടലിൻ കണ്ണുകൾ തുറക്കും കാതുകേട്ടിടും ചെകിടക്കുമേ ഉടലിൻ കണ്ണുകൾ തുറക്കും കാതുകേട്ടിടും ചെകിടക്കുമേ മുടങ്ങുള്ളവർ കുതിച്ചുയരും പൂഹരെല്ലാം തുതിച്ചുരക്കും മുടങ്ങുള്ളവർ കുതിച്ചുയരും അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം ഭൂതങ്ങൾ കേട്ടുടൻ പോകും സർവബാധയും നീക്കിയിടുമേ ഭൂതങ്ങൾ കേട്ടുടൻ പോകും സർവബാധയും നീക്കിയിടുമേ രോഗികളും ആശ്വസിക്കും വേദസ്വരം മുഴങ്ങിടുമേ രോഗികളും ആശ്വസിക്കും വേദസ്വരം മുഴങ്ങിടുമേ അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം നിന്നിടാപാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ നിന്നിടാപാത്രമേവാ നമ്മെ നായകൻ കൈവിടുമോ തിരുകരങ്ങൾ നമ്മോടിരിക്കും തിരുകരങ്ങൾ നമ്മോടിരിക്കും അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം നൂറ്റി 51 ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു പാപത്തെയും രോഗത്തെ ക്രൂശിന്മേൽ താൻ വഹിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ
ശുദ്ധിമാന്മാർ സഭയിൽ ആഘോഷമായി പാടിടുക ശുദ്ധിമാന്മാർ സഭയിൽ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച് രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനമൊന്നിച്ച് കാഹളങ്ങളോതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുന്നു കാഹളങ്ങളോതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുന്നു ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പില തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുമ്പില നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ജയമേ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും 165 പാട്ട് സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം ഏകനാഥനേശുവിൻ ജേതാക്കളേ ഏകാത്മാവിൽ ബലം ധരിക്കുവേ ഏകനാഥനേശുവിൻ ജേതാക്കളേ ഏകാത്മാവിൽ ബലം ധരിക്കുവേ ശുദ്ധരാകുവേ ശക്തരാകുവേൻ ശുദ്ധരാകുവേൻ ശക്തരാകുവേൻ ഘോരനായ ശത്രുവോട് പോരാടുവൻ ഘോരനായ ശത്രുവോട് പോരാടുവൻ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം വിശ്വാസമപരിചയനം ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം വിശ്വാസമപരിചയനം അരയ്ക്ക് സത്യവും നീതി കവചവും അരയ്ക്ക് സത്യവും നീതി കവചവും രക്ഷയും ശിരസ്രവും അണിഞ്ഞൊരുങ്ങണം രക്ഷയും ശിരസ്രവും അണിഞ്ഞൊരുങ്ങണം സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമാ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം തിന്മകൾ
നമുക്ക് നേരിടേണ്ടതുണ്ട് നന്മകളാൽ ജയം വരിക്കണം. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ട് നന്മകളാൽ ജയം വരിക്കണം. പാപത്തോട് നാം പോരാടണം. പാപത്തോട് നാം പോരാടണം. പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൽ ശക്തി സംഭരിക്കുവാൻ. ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൽ ശക്തി സംഭരിക്കുവാൻ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ആത്മാനത്തെ നമുക്ക് കർത്താവിന്റെ കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുപ്പത്തിയൊമ്പതാം സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 39. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. ഞാൻ വായ തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് എന്റെ നോട്ടം എവിടെയെന്ന് മാറ്റമാണ്. ഓട്ടം ഉണ്ടാകട്ടെ. അടുത്ത ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സരെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ആരാധന, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി
ജീവനും നിങ്ങളുടെ ശരീരങ്ങളുടെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ആരാധന എല്ലാവരും പൂജകളും സേവകളും കൊണ്ട് അല്ല ഉപചാരങ്ങൾ കൊണ്ട് ദൈവത്തെ സംതൃപ്തിപ്പെടുത്തുക. എല്ലാ മതങ്ങളുടെയും ഒക്കെയും ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംതൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ഈ ക്രിസ്തീയ ഗോളത്തിലും അങ്ങനെയാണ് പലരും അല്ലെങ്കിൽ നമ്മളും ഒക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? ഈ ജാതികളാണെങ്കിൽ അവർ പൂജകൾ കൊണ്ടും ഹോമങ്ങൾ കൊണ്ടും ബലികൾ കൊണ്ടും അങ്ങനെ പല കർമ്മ മാർഗത്തിൽ കൂടെയും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുമ്പോൾ അത് കുറേ പാട്ടുകൾ കൊണ്ടും അല്ലെ നോയമ്പുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഉത്സവം കൊണ്ടും ഒക്കെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസ സമൂഹം കൂടുതൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന നമ്മൾ കർത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ പാട്ട് പാടുക, ആരാധിക്കുക. ആരാധന നമ്മളെന്ന് പറഞ്ഞാൽ പോലും അത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നില്ല. അത് കർത്താവിനെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നത്? നമ്മൾ പാട്ട് കൈയടിച്ച് പാട്ട് പാടും, ദൈവത്തിന് സ്തോത്രം ചെയ്യും, ബന്ധുക്കോസരാണെങ്കിൽ അതിന് അന്യഭാഷയൊക്കെ പറയും. പക്ഷെ അത് ആരാധന ദൈവത്തെ അതുകൊണ്ട് ഒരിക്കലും പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അത് എന്താണ് പിന്നെ ചെയ്യുന്നത്? നമ്മൾക്ക് ദൈവം നമ്മളോട് ചെയ്ത കൃപകളെ ഓർത്തും നമ്മളെ വീണ്ടെടുത്തതിനും നിത്യജീവൻ തന്നതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയും കർത്താവിനെ പാടുകയാണ്. കർത്താവിനെ പാടുകയും കൈവരിക്കും. അത് നമ്മൾക്ക് സന്തോഷം, വ്യക്തിപരമായി ഓരോ മനുഷ്യനും അത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. കാരണം ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിന് മുമ്പിൽ നമ്മൾ എത്രത്തോളം പാപിയാണെന്ന് അറിയാൻ ഇരിക്കുന്ന കർത്താവിന് മുമ്പിൽ നമ്മൾ എത്ര നടിച്ചാലും എത്ര കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാലും അതിൻ്റെ ആഴം എന്താണെന്ന് കൃത്യമായി അടക്കാമെന്ന് അറിയാവുന്ന കർത്താവിനെ നമ്മൾ ഒന്നും പറഞ്ഞ് കർത്താവിനെ നമ്മൾക്ക് സുഖിപ്പിച്ച് നമുക്ക് മനുഷ്യരെ ചിലപ്പം മുമ്പിൽ പ്രസാദിപ്പിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് പൗലോസ് നമ്മളോട് ബുദ്ധി പറയാൻ ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിലോർമ്മ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുകയും. ദൈവത്തെ പ്രസാദിപ്പിക്കണമേ എങ്ങനെ ആയിരിക്കണം? അതിൻ്റെ യെശയ്യാ പ്രവചനത്തിൽ തന്നെ ഈ ആരാധനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് 10 തൊട്ട് സ്വതം അധിപതികളെ യഹോവയുടെ വചനം കേൾക്കുകയും ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധിക്കും. നിങ്ങളുടെ ഹനനയാകും ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ട് ഹോമയാഗം കഴിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളക്കുട്ടരുടെയും കുഞ്ഞാടുകളെയും കോലാട്ടുകുട്ടന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രകാരങ്ങളെ ചവിട്ടുമ്പോൾ ഇത് നിങ്ങളോട് ചോദിച്ച് ഇനി നിങ്ങളുടെ വ്യക്തമായ കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യം ശബത്തും സഭായോഗവും കൂടുന്നതും നീതികേടും ഉത്സവവും എനിക്ക് സഹിച്ചുകൂടാ. അങ്ങനെ പറയുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറയുകയാണ് ഇതൊന്നും എനിക്ക് ഇതിന് സഹിച്ചുകൂടാ. കർത്താവിൻ്റെ സന്നിധി എന്തുകൊണ്ടാണ്? ആ ശുദ്ധിയില്ലാത്ത ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നതുകൊണ്ടാണ്. അതിൻ്റെ 18-ാം 19-ാം അധ്യായം വരുകയും നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്തു. നിങ്ങളുടെ പാപങ്ങൾ കടും ചൂടായിരുന്നാലേ ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചൂന്നിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചില്ലെങ്കിൽ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും. ഇവിടെയാണ് നമുക്കുള്ള പരാജയം വരുന്നത്. നിങ്ങൾ മനസ്സ് വെച്ച് അനുസരിക്കണം. നമ്മളിത് കേൾക്കും, പക്ഷെ അനുസരണം എന്നൊരു സംഭവമുണ്ട്. അനുസരിക്കുമ്പോഴാണ് സ്വർഗം നമ്മളെക്കുറിച്ച് സന്തോഷിക്കുന്നത്. ക്രിസ്തുവിന് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആരാധനയ്ക്ക് വന്നല്ല, കൂട്ടായ്മയിൽ പങ്കെടുത്തു ഇരിക്കുന്ന സമയമല്ല. ഇത് കഴിഞ്ഞ് പോയി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് സ്വർഗം നമ്മളെക്കുറിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവർ പെരുമാറുവാനും ഒക്കെ നമുക്ക് സാധിച്ചുവെങ്കിൽ അപ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. കാരണം ദൈവത്തെ ഒരിക്കലും നമുക്ക് കബളിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയവിചാരങ്ങൾ ഒക്കെ അറിയുന്നത് കൂട്ടത്തിലുള്ള ഒരാളെ പോലും നമുക്ക് കബളിപ്പിക്കാൻ പറ്റും. പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ന്റെ മത്തായി 6:22 പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ചൊവ്വുള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിങ്ങളുടെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം
ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലുത്. അപ്പോൾ നമ്മുടെ കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഒരു കണ്ണ് ദോഷമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഇരുട്ട് നമുക്ക് നമ്മൾ തെറ്റ് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മൾ എങ്ങനെ കർത്താവിനെ ആരാധിക്കുന്നത്. കർത്താവിനെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുന്നു. നിത്യജീവനെ നൽകിയത്, അല്ലെങ്കിൽ കർത്താവിനെ വിശുദ്ധിയോടെ ജീവിക്കാൻ, അന്ത്യം വരെയും വിശുദ്ധിയോടെ ജീവിക്കുക, അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച്. ആ ആരാധനയും ആ വിശുദ്ധിയോടുള്ള ജീവിതത്തിൽ മാത്രമേ കർത്താവിനെ ആരാധിക്കാൻ, പ്രസാദപ്പെടുത്തുവാൻ, കർത്താവിനെ സന്തോഷിപ്പിക്കാൻ. കാരണം പൂർണ്ണമായി കർത്താവ് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് കാൽവരെ യാഗമായി തന്നപ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കർത്താവിനെ എന്തെങ്കിലും പരിപാടികൾ കൊണ്ടോ നമ്മുടെ അധരങ്ങൾ കൊണ്ട് സ്തുതിക്കരുത്. നമ്മൾ ചെയ്യേണ്ട കടമയെ നമ്മൾ കർത്താവിന് നന്ദി പറയണം. പക്ഷെങ്കിൽ അതുകൊണ്ട് കർത്താവിനെ കർത്താവ് സന്തോഷിക്കുന്നത് നമ്മൾ കർത്താവ് പറയുന്നത് അനുസരിച്ച് പൂർണ്ണമായി കർത്താവിനെ പിൻപറ്റുമ്പോഴാണ്. അവിടെ നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്, നമ്മളെക്കുറിച്ച് കർത്താവ് സന്തോഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആരാധന കഴിക്കുവാൻ നമ്മൾ ജീവിതത്തിൽ ഇടയായി തരണം. അതിന് പ്രസാദം ഉള്ള യാഗമായി നമ്മളെ യാഗമായി കർത്താവിന് വേണ്ടി അർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തരണം. അതുപോലെ തന്നെ റോമാലേഖനം അതിൻ്റെ 8:12 തൊട്ട് ഇങ്ങനെ പറഞ്ഞു, ആകെ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിച്ചതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ശരീരത്തിന്റെ ഈ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കണം. നമ്മൾ എത്രത്തോളം കർത്താവിന്റെ സന്നിധിയിൽ വരുന്നു അത്രത്തോളം ഇതിൽ മരിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മൾ കൂടുതൽ പ്രാപിക്കും തോറുമാണ് നമ്മൾ ഈ പാപത്തിൽ നിന്ന് മാറുവാൻ പൂർണ്ണമായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിലും നമുക്ക് പോരാട്ടമുണ്ട്. പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാനാണ് വാഞ്ച. ദൈവസന്നിധിയിലോട്ട് അടുക്കുവാൻ നമുക്ക് വരുന്ന ആ ദുരയേക്കാൾ കൂടുതൽ എത്ര തന്നെ ദൈവസന്നിധി ഇരുന്നാലും തെറ്റുകൾ സംഭവിക്കാൻ, അല്ലെങ്കിൽ പിന്നെയും നമുക്ക് വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ ദൈവസന്നിധി മാറിപ്പോകാനുള്ള ഒരു വാഞ്ചയാണ് നമ്മുടെ ഒരു പാപ സ്വഭാവമാണത്. എന്നാൽ അതിൽ നിന്ന് മാറണമെങ്കിൽ കൂടുതൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരികയും അത് ജീവിക്കുക എന്നുള്ളൊരു പ്രവൃത്തി നമ്മൾ എത്തിച്ചേരാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവസാന നിമിഷം വരെ നമ്മളത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ഓർക്കുമ്പോൾ ഈ സങ്കടം സാരമില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അത്രത്തോളം തീഷ്ണതയോടെ ജീവിച്ച ദൈവത്തിന്റെ ദാസന്മാരെ ഓർക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ചോദന ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും എത്തിയിട്ടില്ലെന്നുള്ള പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ അതൊരു വലിയൊരു സംഭവമാണ്. ഈ ലോകത്തിന് അനുരൂപരാതെ ഇപ്പം ഈ ഒരു 2 ദിവസം മുമ്പേ ഈ ലോകത്തിന് അനുരൂപമാകുന്ന പല സംഘടനകൾ ഉണ്ടല്ലോ. നമ്മൾ അതിനോടൊക്കെ അനുരൂപരായതിനോട് ആഭിമുഖ്യം പുറക്കുകയോ അതിനോട് ചേർന്ന് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കണം. ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോഴാണ് അത് ചെയ്താൽ എന്താ കുഴപ്പം, എന്താണ് ചെയ്യുക, അനുരൂപരാകരുതെന്ന് ദൈവജനം നമ്മളെ പ്രബോധിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ കൂടെ നമ്മോട് പറയണം, ഇതിനോടൊന്നും ചേരരുത്. ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളോട് നമ്മൾ ചേർന്ന് പോകാൻ നമുക്ക് ഒരു വേർപാടിൻ്റെ അനുഭവത്തിൽ കൂടെ അതിനോടൊന്നും ചേർന്ന് പോകാൻ നമുക്ക് ദൈവജനം നമ്മളോട് അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകത്തുമായി ചേർന്ന് പോകാൻ നമ്മൾ അതിൽ നിന്നെല്ലാം മാറ്റി നമ്മളെ വീണ്ടെടുത്ത കർത്താവാണ്. അപ്പോൾ അതിനോടൊക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞ് അതിനോടൊന്നും ചേർന്ന് പോകാൻ നമുക്ക് ഒരിക്കലും ഇടയാകുന്നത്. അതുപോലെ പറയുവാണ്, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കർത്താവിന്റെ ദൈവഹിതം ഇന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ, ദൈവത്തിന്റെ വചനം പറയാത്ത ഒരു കാര്യവും നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അതിനൊരു ന്യായീകരണം ഒക്കെയും പറയും. കാരണം 100 പേരുണ്ടെങ്കിൽ 99 പേരും അത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ടെങ്ങനെ മാറിയുന്ന മോശമല്ലേ എന്നൊക്കെ ചോദിക്കും. ചന്ദ്രക മേശ അഭയന്ദ്രനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമൂഹം മുഴുവൻ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൻ്റെ ബിംബത്തെ ആരാധിച്ചു. 3 പേരേ ഉള്ളൂ. കൂടാതെ അവരുടെ നടുവിൽ വന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുള്ളൂ. നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ സമൂഹത്തിന്റെ നടുവിൽ സമൂഹത്തെ പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. അവരുടെ നടുവിൽ നമുക്ക്
കർത്താവിനെ കാണുവാനും കർത്താവിന് സാന്നിധ്യം അനുഭവിക്കാനും കഴിയണമെങ്കിൽ ഈ മറ്റുള്ളവരെ പോലെ ആകെ പോരാ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൈവവചനം പറയുന്നവരെ ജീവിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും സമൂഹവും ഒക്കെ നമ്മൾ ഒറ്റപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ ഒരു അവസരം ജീവിതത്തിൽ ലഭിക്കുകയാണ്. അങ്ങനെയുള്ള അവസരം ലഭിക്കണമെങ്കിൽ പലതും നമ്മൾ ദൈവവചനം പറയുന്ന അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനെ കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കും. അങ്ങനെ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. സാന്നിധ്യശയെ കടന്നു വന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 ഞായറാഴ്ചയായി നമ്മൾ സൂസിയാനിക്ക് വേണ്ടിയും മോളിയാനിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ മോളിയാൻറ്റി ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് 2 പേരും ദൈവകൃപയാൽ കൂട്ടായ്മയിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പൂർണ്ണ സൗഖ്യമൊന്നും ആയില്ലെങ്കിലും കർത്താവ് പൂർണ്ണമായി രക്ഷിക്കുന്നവനാകിയാൽ നമുക്ക് സഭയുടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന, രോഗിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനൂപിനെയും ജനുവിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആലമ്പുഴെല്ലാം പറ്റിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമേ ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഉള്ള നമ്മുടെ കുളത്തങ്ങലെ കുഞ്ഞുച്ചാൻ്റെ മോളിയാൻ്റെയുടെ മകള് റിങ്കുവിൻ്റെ മകള് ഈ വെള്ളിയാഴ്ച UK കടന്നു പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ട് മകളുടെ യാത്രയിലും അതുപോലെ മുന്നോട്ടുള്ള പഠിത്ത കാര്യങ്ങളിലെല്ലാം കർത്താവ് കൂടിയിരിക്കേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മകളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നാഥാ സ്തുതിക്കുന്നപ്പ ഈശ്വര കൂടിയാണ് ഞങ്ങളെ അളവില്ല സ്നേഹിക്കുന്ന ഞങ്ങളെ സന്തോഷവിതാവാദേനെ ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യായ സമയത്ത് കർത്താവെ പരദേശങ്ങളിലായിരുന്ന അടിയങ്ങൾ കർത്താവെ ഈ ആലയത്തിന്റെ കണ്ണത്തിന് കീഴിലായിരിക്കാൻ തക്കോണ്ട് യേശുവിന്റെ പാതപീഠത്തിലായിരിക്കാൻ തക്കോണ്ട് അടിയങ്ങൾക്ക് ഒരുക്കി തന്ന വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. ഈ ആലയവും പരിസര യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഒരു ദുഷ്ടനടുക്കരുത്, ശത്രുവോടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവേ ഇന്നത്തെ കാലം കർത്താവെ അടിയങ്ങളെ വരാമാകുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെയും വിടുവിച്ച പാതപീഠത്തിൽ കൂട്ടി വരുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യേശുവെ പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെയും ഭജനം ധ്യാനിക്കാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. 2 3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്കുന്ന കർത്താവ് നടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ കൂടി വരുമൊക്കെയും കർത്താവെ അടിയങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടി വരും കർത്താവ് അടിയങ്ങൾ കർത്താവെ അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കൊണ്ട് അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും ആത്മാവിലും അങ്ങ് ആരാധിക്കാനുള്ള കൃപയടിയങ്ങൾക്ക് തരണം കർത്താവെ. കർത്താവെ മുട്ടോളവുമല്ല അലയോളവുമല്ല നീന്തി തുടിക്കുന്ന ഒരു അനുഭവത്തിൽ കർത്താവെ അടിയങ്ങളായി തീരുമാനത്തെക്കൊണ്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആകർഷിച്ച് കർത്താവെ പുത്രന്റെ പാതപീഠത്തിൽ അടിയങ്ങളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങൾ കർത്താവെ അല്പസമയ വചനം കേൾപ്പാനും വചനത്തിലായിരിക്കാനും ഒക്കെ അടിയങ്ങൾക്ക് വരുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവെ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനത്തിനുള്ള ദാഹം അടിയങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അവന്റെ പാതപീഠത്തിൽ അടിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ മക്കളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ ചെറുതും വലുതുമായ ആവശ്യഭാരങ്ങളിൽ എൻ്റെ അപ്പൻ്റെ കാര്യം കൂടെ ഇരുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിട്ടും എൻ്റെ അപ്പച്ചൻ അവരെയൊക്കെ
പറഞ്ഞേക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജകാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് വാക്കുവെന്ന് കർത്താവ്. ഭാരങ്ങളുമായി വന്നിരിക്കുന്നവൻ കൊണ്ട് എല്ലാ ഭാരങ്ങളെയും ഒന്ന് ചുമന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവയെ കൊച്ചാനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകനെ എത്രത്തോളം അവിടുന്ന് കാത്തു പരിപാലിച്ച് വഴി നടത്തുന്ന ആ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെയും കുഞ്ഞുങ്ങളെയും വിചാരങ്ങളെ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാഥ, എൻ്റെ മക്കളെയൊക്കെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറിച്ച് കാത്തു പരിപാലിച്ച് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സമയം സൂസിയാനിക്കും മോളിയാനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശാരീരികമായ ബലഹീനതകളാൽ എൻ്റെ മക്കളായിരുന്നു എൻ്റെ അപ്പൻ അവർക്ക് ആശ്വാസം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അവിടുത്തെ അടിപ്പിണരാൽ എൻ്റെ മക്കൾക്ക് കൊടുത്ത സൗഖ്യത്തിനായി വിടുതലിനായി അങ്ങയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പൂർണ്ണമായ വിടുതൽ സൗഖ്യം അവർക്ക് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മക്കളെ രണ്ടുപേരെയും അടിയൻ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ അവരെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദിവസം UK കടന്നു പോകുന്ന മടിയാനിലും മോളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞിൻ്റെ പോക്കിലൊക്കെ അപ്പോൾ അവിടുത്തെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ തൊടാതെ വണ്ണം കർത്താവിൻ്റെ കരങ്ങളിൽ അവിടുന്ന് വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞിൻ്റെ പഠനത്തെയൊക്കെ കർത്താവോട് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തെ യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തക്കതായ തുണകളെ എൻ്റെ കർത്താവോട് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് വാക്കുവന്ന് കർത്താവ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാദാടികളൊക്കെ സമയം പാതവെടുത്തിരിക്കുന്നു കർത്താവേ. അവചനവുമായി മകനിട്ട് നിൽക്കുമ്പോൾ ആ ക്രൂശിന്റെ മറവിൽ അവിടുന്ന് മറച്ചു നിർത്തി പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം തരുവാൻ മകനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങളുടെ അടിയങ്ങളുടെ ഹൃദയത്തിന്റെ മാംസഫലം പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുത്തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ നിർത്തി കളയാതെ കർത്താവ് അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത് അടിയങ്ങളിൽ 30, 60, 100 മേൽ ഫലം പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെ വന്ന് വെറുതെ പോകുന്നവരായി കരുത കർത്താവേ. അനുഗ്രഹം പ്രാപിച്ചെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വചനത്തിന്റെ ആഴത്തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകുവാൻ ഇതോളം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വരാൻ സാധിക്കാഞ്ഞ മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ വഴിയായി വചനം ശ്രമിക്കുന്ന മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പ അവരെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് മറച്ച് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ അടിയന്റെ കുറവുകളോ ബലഹീനതകളോ നാഥാ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലടിയങ്ങൾക്ക് ആരാധിക്കാനുള്ള കൃപയടിയങ്ങൾക്ക് തരണം കർത്താവേ. അടിയങ്ങ പാടുമ്പോഴൊക്കെ യേശുവിന്റെ ആ രക്തം കൊണ്ട് അടിയങ്ങളെ മുദ്രയിട്ട് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയന്റെ കുറവുകളോ ബലഹീനതകളോ കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കൃപകളാലും അടിയങ്ങളെ ഓരോരുത്തരെയും നിറച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്ത്യപരിയെ ക്രിസ്തുവാകുന്ന ഉറച്ച വാർമേൽ ആശ്രയം വെച്ച് ചെയ്യുവാൻ അടിയങ്ങളെ ഓരോ കുടുംബത്തെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും മനുഷ്യന്റെ ഭാഗപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം നൽകണമേ. ആരാധനയ്ക്കായിട്ട് എഴുന്നേൽക്കാം. പാട്ടുപുസ്തകത്തിലെ 147 പാട്ട്. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിന്റെ നാമുണർന്നു വേല ചെയ്യണം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിന്റെ നാമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓളമല്ല ആരെയോളം പോരാ വലിയൊരു ജീവ അതിലൊഴുകാം.
പിതാവേ പിന്മഴ നൽകാം നാളിൽ പിന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ ചൈതന്യങ്ങൾ വേണം നവജീവൻ വേണം ദിവ്യതയിലെത്തി ആശ്വസിച്ചിടാം ചൈതന്യങ്ങൾ വേണം നവജീവൻ വേണം ദിവ്യതയിലെത്തി ആശ്വസിച്ചിടാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്തെ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്തെ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം മാണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം മാണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം തോറമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാം നീന്തല്ലാതെ കടക്കാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാം നീന്തല്ലാതെ കടക്കാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുന്നതാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം പിന്മഴ പെയ്യണം മാലിന്യം മാറേണം ജനമുണർന്നു വേല ചെയ്യുവാൻ പിന്മഴ പെയ്യണം മാലിന്യം മാറേണം ജനമുണർന്നു വേല ചെയ്യുവാൻ നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം നാളിൽ മഴ പെയ്യിച്ച പരമപിതാവേ മഴ നൽകാം ഹല്ലേലൂയ 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 എത്രത്തോളം നമ്മളെ നടത്തിയ കർത്താവിനെ നമുക്കെല്ലാം ആരാധിക്കാം ഹല്ലേലൂയ 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 ഓമന കടന്നു ഹല്ലേലൂയ 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 സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥന കർത്താവേ യേശുവേ ആ വചനത്തിന്റെ കീഴിൽ പാന്നക്കോണ ഞങ്ങളെ ഓരോരുത്തരെയും വിട്ടുവരുന്നവയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ സ്തോത്രം കർത്താവേ യേശുവേ വചനവുമായിട്ട് നിന്റെ മകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജയകരമായിട്ട് കർത്താവേ ആ വചനം സംസാരിക്കാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും അത് കേൾക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ കർത്താവേ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമായി വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചാനക്കരങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മകനെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ കർത്താവേ വചനം കേട്ട് കർത്താവേ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച കർത്താവേ ശിയോടെ ജീവിക്കാൻ തക്കണം ആ വചനം ഞങ്ങൾക്ക് കർത്താവേ അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ കൂടാതെ ആത്മാവിനെ തരുന്ന ആ യേശു കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ അവിടുന്ന് രക്തം തടിച്ചു കൊടുക്കുമായിട്ട് കടന്നു വരുമ്പോൾ കർത്താവെ
കർത്താവെ രോഗമുട്ട മേൽ അവിടുന്ന് കരം വെച്ച് കർത്താവെ അവിടുന്ന് സൗഖ്യം ഓരോ മക്കൾക്കും അയക്കുമാറാകണമേ കർത്താവെ. പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ഏകമനസ്സോടെ ഇരുന്ന് കർത്താവെ പ്രാപിപ്പാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതാകണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് സൗഖ്യത്തിന് കർത്താവെ അത് എത്രയെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവെ. അനവധി രോഗങ്ങളിലും ഭാരങ്ങളിലും വേദനയിലും അപകടത്തിലും കർത്താവെ കടന്നുപോയി ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളെല്ലാവരും ഏകമനസ്സോടെ ഞങ്ങളുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കരം യേശുവിൻ്റെ ആ കരം നീട്ടി തൊട്ട് ഞങ്ങൾക്ക് സൗഖ്യം തന്നത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ അങ്ങയുടെ സൗഖ്യം അനുഭവിച്ച മക്കളാകാതെ കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട അനുഭവമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ യേശുവിനെ തൊട്ട അനുഭവം ഞങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് നൽകാം. ആ സൗഖ്യം തരുവാൻ ഇന്നും എൻ്റെ യേശു വന്നിട്ടുള്ളതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. വചനം പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഓരോ മക്കളുടെയും ഹൃദയത്തെ അവിടുന്ന് ഒരുക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും ആ കാര്യങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടോളുവിൻ എന്ന് പറഞ്ഞ നാഥ, ഞങ്ങളുടെ എല്ലാ സകല ചിന്താകുലവും യേശുവിൻ്റെ മേലിട്ടുകൊള്ളുന്നു. അവിടെ ഞങ്ങളെ പുലർത്തുന്നവനാകിയാലും നന്ദി സ്തോത്രം കർത്താവേ. ആ നിത്യത വരെ ഞങ്ങളെ എത്തിക്കുവാൻ മതിയവനായി കർത്താവേ. ആ പാതപിടത്തിലെ ഞങ്ങളെ ഓരോ മക്കളെയും കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്ന നാഥ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. 71-ാമത്തെ പാട്ട്. യേശുവിൻ്റെ അടിസ്ഥാനം ആശ്രയമവനിലത്രേ, യേശു എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ, യേശു എന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ മധ്യാകാശമായി